ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 125 ml കപ്പിൽ അര കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ടൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടും അതുപോലെ വിസ്ക് ഉപയോഗിച്ചൊക്കെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഒരു മുട്ട പതഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർസ്കോച്ച് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർസ്കോച്ച് എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർസ്കോച്ച് എസൻസിൻ്റെ കൂടെ ഒരു കുറച്ച് ആൽമണ്ട് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിൾ ഓയിലും പാലും എല്ലാം നമ്മൾ മിക്സാക്കി ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ സ്പോഞ്ച് കേക്കിനുള്ള നല്ല സ്മൂത്ത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിൻ എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ഒക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം ഒരു 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ബട്ടർ സ്കോച്ച് സോസ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര മെൽറ്റായി നല്ല ഗോൾഡൻ കളറായി വരണം. പഞ്ചസാര ഇവിടെ മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ട്. പഞ്ചസാര ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർക്കുന്ന അതേ അളവിൽ വേണം വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ക്രീമും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഈ ഒരു സമയത്ത് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കേക്കിലേക്ക് പ്രലൈൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇതിനു മുമ്പും നമ്മൾ ബട്ടർ സ്കോച്ച് സോസും പ്രലൈനും ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്കിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ നട്ട്സ് റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം.
ആ കൂടെ തന്നെ കുറച്ച് ബട്ടർസ്കോച്ച് എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അതിന് മുകളിൽ കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൽ ക്രീമും കൂടി ഒന്നാക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ബട്ടർസ്കോച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ആ കൂടെ തന്നെ നിങ്ങൾ പ്രൊലൈനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് ബട്ടർസ്കോച്ചിൻ്റെ നട്ട്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്രൊലൈൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അങ്ങനെ സോസും നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ക്രീം ആക്കി കൊടുക്കാം. അതിന് മുകളിൽ ബട്ടർസ്കോച്ചിൻ്റെ സോസും അതുപോലെ നട്ട്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് കമഴ്ത്തിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതായത് കേക്കിൻ്റെ അടിഭാഗം മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ലെയറിലും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിൽ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചുകൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ലാസ്റ്റ് ഡെക്കറേഷൻ വീഡിയോസ് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. സോറി. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടും കവർ ചെയ്തതിന് ശേഷം നടുവിൽ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടുവിലായിട്ടാണ് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിലിട്ടിട്ട് ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കേക്കിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മുഴുവനായിട്ടും ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ബട്ടർസ്കോച്ച് സോസ് വെച്ച് നെയ്യും എഴുതിയതിന് ശേഷം ചുറ്റിലും കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലാണ്, എഡിബിൾ അല്ല. പിന്നെ ഈ സൈഡിൽ വെളുത്ത നിറത്തിൽ കാണുന്നത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഏറ്റവും അടിഭാഗത്ത് ആ മുകളിൽ വരച്ച നോസിൽ വെച്ചിട്ട് തന്നെയാണ് ബോർഡർ വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കേക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ടും ബട്ടർസ്കോച്ച് സോസ് വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്